പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ മുഹറം മാസത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളാണ്. അതിൽ പവിത്രമായ 4 മാസങ്ങളുണ്ട്. അതിൽ പവിത്രമായ ഒരു മാസമായ മുഹറം മാസത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഹറം മാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മുടെ നാടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ചില കലണ്ടറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പവിത്ര മാസത്തെക്കുറിച്ച് നഹസിൻ്റെ മാസവും ദിവസങ്ങളുമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാണ്, അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ ആ മാസം ഒരു അള്ളാഹു ഏറ്റവും നല്ലൊരു കാര്യങ്ങളായി പഠിപ്പിച്ച വിവാഹം, അതുപോലെ തന്നെ ഒരു പുതിയ വീടുണ്ടാക്കി അതിൽ താമസമാക്കുക, എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, ഇതൊക്കെ നഹസാണ്, അതൊക്കെ ദുശകുനമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുരോഹിതന്മാർ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ശകുനമില്ല. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ശകുനം നോക്കൽ ശിർക്കാണെന്ന് വരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പുരോഹിതന്മാർ തീർത്തും അള്ളാഹുവിൻ്റെ ഖുർആനിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയ സത്യം അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഈ മുഹറം 10 മൂസാ നബിക്കും അനുയായികൾക്കും വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുവായ ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ച ദിവസമായിരുന്നു ഈ മുഹറം 10. അങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു മാസവും ദിവസവും ഒക്കെ ആയിരുന്നു മുഹറം 10-നെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നോമ്പായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മുഹറം 10-ന്റെ നോമ്പാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പുറത്തു തരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പവിത്രമായ ഈ മാസത്തിൽ ഇത്രയും ശാസ്ത്രം വികസിച്ച ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്രയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചില പുരോഹിതന്മാർ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മനസ്സിലാക്കിയ സത്യം എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പരമാവധി നമ്മൾ ആ അവസരം ഉപയോഗപ്പെടുത്തണേ എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.